ഈ നിയമം വെള്ളിയാഴ്ച നട്ടുച്ച സമയത്ത് എന്ന് പറയുന്നതിൽ നിന്ന് ഒഴിവാണ്. മക്കയും ഒഴിവാണ്. മക്കയിലെ ഹറം കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു നിസ്കാരത്തിന് നമ്മുടെ പള്ളിയെ അപേക്ഷിച്ച് 10,000 കോടിയാണ് ഇതിന്റെ പ്രതിഫലം. ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു ഫത്വയിൽ പറഞ്ഞത് എന്നാണ്. അപ്പൊ ഒരു 100 ഇട്ട് നേരത്തെ പറഞ്ഞാൽ 100, പിന്നെ അൽഫിടുമ്പോ 3 0 വീണ്ടും വരും, പിന്നെ അൽഫ് പറയുമ്പോൾ 3 0 വീണ്ടും വരും, പിന്നെ അൽഫ് പറയുമ്പോൾ 3 0 വീണ്ടും വരും. അപ്പൊ അത് എണ്ണീട്ടുണ്ടെങ്കിൽ 10,000 കോടിയുണ്ട്. നമ്മുടെ നാട്ടിലെ പള്ളിയെ അപേക്ഷിച്ച് ഹറമിലെ ഒരു നിസ്കാരത്തിന് 10,000 കോടി പ്രതിഫലമാണെന്ന് ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു. ഇത് നിസ്കാരത്തിന് മാത്രമല്ല, ധർമ്മം ചെയ്താലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10,000 സ്വലാത്തിന്റെ പ്രതിഫലമാണ്. ഒരൊറ്റ തസ്ബീഹ് ചൊല്ലിയാൽ 10,000 കോടി തസ്ബീഹിന്റെ പ്രതിഫലമാണ്. ഒരു രൂപ ധർമ്മം കൊടുത്താൽ 10,000 കോടി രൂപ നാം ധർമ്മം കൊടുത്തതിന് തുല്യമാണ്. അപ്പോ ഹറമിൽ വെച്ചുള്ള ആരാധനകൾ പരമാവധി വർദ്ധിപ്പിക്കുക എന്നതാണ്. അതുകൊണ്ട് ഹറമിൽ ഈ നിയമം ബാധകമല്ല. പക്ഷെ സുബഹിക്ക് ശേഷമാണെങ്കിൽ പോലും ഇബ്നു ഹജർ അൽ-ഹൈതമി ഫത്വയിൽ കൊണ്ടുവന്നത് കാണാം. സുബഹിക്ക് ശേഷം സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിയുന്നത് വരെ ഒരാൾ ദിക്ർ ചൊല്ലിയിരുന്നാൽ അയാൾക്ക് ഹജ്ജിന്റെ കൂലി ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സുബഹി നിസ്കാരം ജമാഅത്തായി നിർവഹിച്ച് സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് ഉയരുന്നത് വരെ, 20 മിനിറ്റ് കഴിയുന്നത് വരെ ഒരാള് നിസ്കരിച്ച് അതേ സ്ഥലത്തിരുന്ന് ഖിബ്ലക്ക് മുന്നിട്ട് ദിക്ർ ചൊല്ലി വുളൂ നഷ്ടപ്പെടാതെ സൂര്യൻ ഉദിക്കുന്നത് വരെ ഇരിക്കുകയും സൂര്യൻ ഉദിച്ച ഉടനെ 6:06 6:26 ഇശ്റാഖിന്റെ 2 റക്അത്ത് ഒരാൾ നിർവഹിക്കുകയും ചെയ്താൽ അവന് പൂർണ്ണമായ ഹജ്ജിന്റെയും ഉംറയുടെയും കൂലിയുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരാൾ ഹറമിലെത്തിയാൽ അയാൾ തവാഫ് ചെയ്യാണോ വേണ്ടത്, ഇതുപോലെ ദിക്ർ ചൊല്ലിയിരിക്കുകയാണോ വേണ്ടത്? ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, ഹറമിലാണെങ്കിൽ പോലും അദ്ദേഹം സുബഹി നിസ്കരിച്ചിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി സൂര്യനെ വരവേറ്റ് ശേഷം 20 മിനിറ്റ് കഴിഞ്ഞിട്ട് സൂര്യത്തിന്റെ ഉദയ സമയത്തിൽ നിന്ന് 20 മിനിറ്റ് കഴിഞ്ഞ് 2 റക്അത്ത് ഇശ്റാഖ് നിസ്കരിക്കുകയും ചെയ്താൽ പൂർണ്ണമായ ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി അവന് ലഭിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന് സുബഹിക്ക് ശേഷമുള്ള ആ സമയം വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ആ സമയം കീപ്പ് ചെയ്ത് സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിയുന്നത് വരെ ഇങ്ങനെ ദിക്ർ ചൊല്ലി ഇരിക്കാൻ ഒരല്പം നമുക്ക് ക്ഷമ വേണം. നല്ല ചക്കരയിട്ട ഉറക്കം വരുന്ന സമയമാണ് സുബഹിക്ക് ശേഷമുള്ള ആ സമയം. അപ്പൊ ആ സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം.